ഇന്നലെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഹൽവയുണ്ടാക്കി വിതരണം ചെയ്യുന്നത് എല്ലാവരും കണ്ടുകാണും. മധുരമുള്ള ഹൽവ ഉണ്ടാക്കുക മാത്രമല്ല, അത് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ബജറ്റും ഹൽവയും തമ്മിൽ എന്താണ് ബന്ധം? അഖിലശ്രീ പറഞ്ഞു തരും. കേന്ദ്ര ധനമന്ത്രി ഉദ്യോഗസ്ഥർക്ക് ഹൽവ ഉണ്ടാക്കി നൽകുന്നതോടെയാണ് ഇന്ത്യയിൽ ബജറ്റ് പ്രക്രിയ ആരംഭിക്കുന്നത്. നെറ്റ് ചുളിക്കേണ്ട, ഇന്ത്യൻ ബജറ്റ് അച്ചടി തുടങ്ങുന്നതിൻ്റെ ആദ്യഘട്ടമാണ് മധുരമുള്ള ഈ ഹൽവ സെർമണി. അറിയാം അത്ര പരിചിതമല്ലാത്ത ഈ ഹൽവ സെർമണിയെക്കുറിച്ച്. ധനമന്ത്രാലയം സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിൽ വെച്ചാണ് കാലാകാലങ്ങളായുള്ള ഈ അപൂർവ ചടങ്ങ്. ബജറ്റിന് മുന്നോടിയായി ഉദ്യോഗസ്ഥർക്കായി മധുരം പാകം ചെയ്യുന്ന ധനമന്ത്രി. ലോകത്ത് മറ്റെവിടെയുമില്ല ഈ മധുര കൗതുകം. ഇത് ബജറ്റ് ഒരുക്കത്തിന്റെ ലാസ്റ്റ് സ്റ്റേജ് കൂടിയാണ് കേട്ടോ. 23-നാണ് ബജറ്റ് അവതരണം. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാണിത്. എല്ലാ വർഷവും ബജറ്റിന്റെ അന്തിമ നടപടികൾ ആരംഭിക്കുന്നത് ഹൽവ പാചകത്തോടെയാണ്. വലിയ ഇരുമ്പു ചട്ടിയിൽ തയ്യാറാക്കിയ ഹൽവ ധനമന്ത്രി നിർമ്മല സീതാരാമനും 100ഓളം ഉദ്യോഗസ്ഥരും പങ്കിട്ട് കഴിക്കും. ആഹാ, എന്താ രസമല്ലേ! ഹൽവ മധുരമുള്ള സംഭവമാണെങ്കിലും ഇതിന് പിന്നിൽ ഒരു ചെറിയ ദുഃഖവശം കൂടിയുണ്ട് കേട്ടോ. മധുരം നുകർന്ന ഉദ്യോഗസ്ഥർക്കും അച്ചടിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാർക്കും ബജറ്റ് വെളിച്ചം കാണും വരെ പുറം ലോകം കാണാനാവില്ല. ഇവർ ഓഫീസിൽ തന്നെ താമസിക്കും. അതായത് നോർത്ത് ബ്ലോക്കിൽ തന്നെ. കുടുംബവുമായി ഫോണിലോ ഇമെയിലിലോ പോലും ഇവർക്ക് ബന്ധപ്പെടാനുമാകില്ല. ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് മാത്രമായിരിക്കും വീട്ടിലേക്ക് പോകാൻ അനുമതി ഉണ്ടായിരിക്കുക. മാത്രമല്ല, ഇതൊരു സെൻഡ് ഓഫ് കൂടിയാണ്. കൂടാതെ ഈ ചടങ്ങ് അവസാനിക്കുന്നത് ബജറ്റ് പ്രസ്സിൽ കൂടി ധനമന്ത്രി സന്ദർശനം നടത്തുന്നതോടെയാണ്. നോർത്ത് ബ്ലോക്കിലെ ബേസ്മെന്റിലെ പ്രസ്സിലാണ് ബജറ്റ് അച്ചടിക്കുന്നത്. പക്ഷേ ഏതാനും വർഷങ്ങളായി കേന്ദ്ര ബജറ്റ് പേപ്പർ രഹിതമാണ്. ഇത്തവണ അവതരണത്തിന് ശേഷം ബജറ്റ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെയായി മൊബൈൽ ആപ്പിലൂടെ ലഭ്യമായിരിക്കും.